ഓശാന ഞായറാണ്. കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനും ഭാര്യയും പള്ളിയിൽ പോയതിനു ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയിലാണ് നമുക്കൊപ്പം ചേരുന്നത്. ഇപ്പോൾ രാഷ്ട്രീയമൊന്നും വേണ്ട തൽക്കാലത്തേക്ക് ചോദിക്കുക, വീട്ടിലെ MP ആരാ? വീട്ടിൽ പുള്ളിയാണ് MP. ഈ തോമസ് ചാഴിക്കാടൻ പലപ്പോഴും പാർലമെൻറ്റ് സെഷൻ സമയത്തൊക്കെ ഡൽഹിയിലായിരിക്കും. ആ സമയത്തൊക്കെ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ചേച്ചിതിനെ വെച്ച് കൊടുക്കുന്ന അങ്ങനെ താല്പര്യം അങ്ങനെയൊക്കെ ഉണ്ടോ? പാർലമെൻറ്റ് സെഷൻ പോകുമ്പോൾ കൂടുതൽ ദിവസമുള്ളപ്പോൾ ഞാൻ കൂടെ പോകും, അല്ലാതെ 1-2 ദിവസം ഉള്ളെങ്കിൽ പോകാറില്ല. അപ്പോൾ അവിടെ ആളുണ്ട് കഴിക്കാൻ ആഹാരം. ഏറ്റവും കൂടുതൽ വെച്ച് കൊടുക്കാൻ താല്പര്യമുള്ള ആഗ്രഹമുള്ള ഫുഡ് ഏതാ? പുള്ളിക്ക് കഴിക്കാൻ താല്പര്യം അങ്ങനെ? സാധാരണ നാടൻ ഭക്ഷണമൊക്കെ കഴിക്കും, പക്ഷേ കുറച്ച് ഷുഗറൊക്കെ ഉള്ളതാണെങ്കിൽ കപ്പയോ അങ്ങനത്തെ സംഗതികളൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്താണ് കഴിക്കുന്നത്. എല്ലാ ഭക്ഷണവും എന്ത് കൂട്ടാൻ കഴിക്കും. നല്ല തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ്, നല്ല ചൂടുമുണ്ട്. അപ്പോൾ ഈ ചൂടിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും വെള്ളമൊക്കെ ഈ പ്രചാരണ സമയത്ത് തന്നെ കൊണ്ടുപോകും, അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകുന്ന അങ്ങനെ ശീലമൊക്കെ ഉണ്ടോ? ഞാൻ സാധാരണഗതിയിൽ രാവിലെ വീട്ടിൽ നിന്നിറങ്ങുന്നതിന് മുമ്പേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകാറുള്ളത്. അതിനുശേഷം ഭക്ഷണം കുറച്ച് ഒരു ടിഫിൻ ബോക്സിൽ കരുതാറുണ്ട്. വീട്ടിൽ നിന്ന് കഴിവതും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനാണ് താല്പര്യം. 2 വളരെ ചൂടുള്ള കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ തിളപ്പിച്ചാറിച്ച വെള്ളം കരുതാറുണ്ട്. ആ വെള്ളമാണ് മിക്കവാറും കുടിക്കുക. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും തോന്നാറില്ല. ഏത് കാലാവസ്ഥയിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. തോമസ് ചാഴിക്കാടൻ കേരളത്തിലെ 20 MP-മാരിൽ MP ഫണ്ട് വിനിയോഗത്തിൽ ഒന്നാമത് നിൽക്കുന്നത്, അതിന് പിന്നിൽ കാരണം ഭാര്യയാണെന്നൊരു കഥയുണ്ട്. അങ്ങനെ ഉള്ളതാണോ? കഥയല്ല, കാര്യമാണ്. അതായത് എന്തോ സംഭവം പ്ലാനിംഗ് ബോർഡ് മെമ്പറായിരുന്നു നേരത്തെ? അല്ലല്ല, ഞാൻ നഗരാസൂത്രണ വകുപ്പിൽ അഡീഷണൽ ചീഫ് പ്ലാനറായിട്ട് റിട്ടയർ ചെയ്തു. പിന്നെ ഇവിടെ കോട്ടയത്തൊക്കെ ജില്ലാ ഓഫീസറായിരുന്നു. അപ്പം ഓഫീസ് മാനേജ്മെൻറ്റ് ചെയ്തു പോകുന്ന എങ്ങനെയാണെന്നുള്ള അറിയാമായിരുന്നു. ആ എക്സ്പീരിയൻസ് ഇവിടുത്തെ ഓഫീസിലും ഉപയോഗിക്കുന്നുണ്ട്. ഭാര്യയുടെ പ്ലാനിങ് എത്ര മാർക്ക്? 100-ൽ എത്ര മാർക്ക് കൊടുക്കും? തീർച്ചയായിട്ടും അത് എനിക്ക് വലിയ പിന്തുണയും സഹായവുമാണ്. ഓഫീസ് നടത്തി പരിചയമുള്ള ഒരാളായിരുന്നതുകൊണ്ട് എൻ്റെ ഓഫീസും വളരെ ഭംഗിയായിട്ട് അത് മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നത് എനിക്ക് വലിയ സന്തോഷമാണ്, അല്ലെങ്കിൽ എനിക്ക് വലിയ പിന്തുണയാണ്. കോട്ടയത്ത് LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനും ഭാര്യ ആൻ തോമസുമാണ് ചില വീട്ടുകാര്യങ്ങളുമായി നമ്മോടൊപ്പം ചേർന്നത്. കോട്ടയത്ത് നിന്ന് ക്യാമറാമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോ ജസ്റ്റി, മാതൃഭൂമി ന്യൂസ്.